കേരള സർവകലാശാല വിവാദത്തിൽ പോര് കടുക്കുകയാണ്. സസ്പെൻഷൻ പിൻവലിച്ച കേസ് അനിൽകുമാർ തന്നെയാണ് രജിസ്ട്രാർ എന്ന് സിൻഡിക്കേറ്റ് ആവർത്തിക്കുമ്പോൾ പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിയിരിക്കുകയാണ് താൽക്കാലിക VC. KS അനിൽകുമാർ ഇന്ന് രാവിലെ സർവകലാശാല ആസ്ഥാനത്തെത്തിയതിനു പിന്നാലെയാണ് സിസ തോമസിന്റെ നീക്കം. ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി. ഇന്നലെ കേരള സർവകലാശാലയിൽ ഉണ്ടായ നാടകീയ രംഗങ്ങളിൽ ഗവർണർ VCയോട് റിപ്പോർട്ട് തേടി. സർവകലാശാല ആസ്ഥാനത്ത് SFI ഇന്നും പ്രതിഷേധം നടത്തി. അതേസമയം സസ്പെൻഡ് ചെയ്തതിനെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി രജിസ്ട്രാർ KS അനിൽകുമാർ പിൻവലിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, കേരള സർവകലാശാലയിൽ ഏതാണ്ട് ഒരു കസേര കളി നടക്കുന്ന പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത്. ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ ആ ചുമതലകളിൽ നിന്നൊക്കെ താൽക്കാലിക VC ഇപ്പോൾ രജിസ്ട്രാറെ മാറ്റിയിരിക്കുന്നു. അതേസമയം തന്നെ ഹൈക്കോടതിയിലെ ഹർജി പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? നാടകീയമായ സംഭവങ്ങൾക്കാണ് കേരള സർവകലാശാല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വേദിയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതി ഈ കേസിൽ വിധി പറയാനിരിക്കെയാണ് രാവിലെ തന്നെ വൈസ് ചാൻസലർ രജിസ്ട്രാറിന്റെ ചുമതലയുണ്ടായിരുന്ന അനിൽകുമാറിനെ നീക്കിക്കൊണ്ട് പകരം ചുമതല പ്ലാനിംഗ് ഡയറക്ടറായിരുന്ന ഡോക്ടർ മിനി കാപ്പന് കൈമാറിയത്. അതോടൊപ്പം തന്നെ ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതല സ്ഥാനത്ത് നിന്ന് ഹരികുമാറിനെയും മാറ്റിയിട്ടുണ്ട്. ഹരികുമാറിനോട് ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ സർവകലാശാല ആസ്ഥാനത്ത് നടന്ന സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ടും തുടർന്ന് നടന്ന നടപടികളുമായി ബന്ധപ്പെട്ടും രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച് ആ പദവി ഏറ്റെടുക്കാൻ ഇന്നലെ ചുമതല ഏറ്റെടുക്കാൻ അനിൽകുമാർ അവിടേക്ക് എത്താനിടയായ സാഹചര്യം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ വൈസ് ചാൻസലർ ഉത്തരവിട്ടിരുന്നു. പക്ഷേ അതിന് മറുപടി വൈകിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2 ആഴ്ചത്തേക്ക് അവധിയിൽ പ്രവേശിക്കാനുള്ള നീക്കമാണ് ജോയിന്റ് രജിസ്ട്രാറായ ഹരികുമാർ നടത്തിയത്. അതിനെതിരെയാണ് ഈ കടുത്ത തീരുമാനം എന്ന വണ്ണം വൈസ് ചാൻസലർ ഇരുവരെയും പദവിയിൽ നിന്ന് നീക്കിക്കൊണ്ട് ഉത്തരവിട്ടത്. എന്തായാലും സംഭവത്തിൽ അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെ അറിയിച്ചിട്ടുണ്ട്. കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ അടിയന്തരമായ റിപ്പോർട്ട് ഡോക്ടർ സിസ തോമസ് രാജ്ഭവന് കൈമാറുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. സ്വാഭാവികമായി സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന് കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു വിധി വരുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ജീവനക്കാരുടെ സംഘടനകളും രജിസ്ട്രാറും ജോയിന്റ് രജിസ്ട്രാറും ഒക്കെ ഉള്ളത്. പക്ഷേ നിലവിൽ രാജ്ഭവൻ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള മറിച്ചൊരു വിധി ഉണ്ടാകുമോ എന്നൊരു സന്ദേഹം ഇടത് കേന്ദ്രങ്ങൾക്കുമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെതിരെ ജീവനക്കാരുടെ നേതൃത്വത്തിലും SFIയുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസിനെതിരെ സർവകലാശാല ആസ്ഥാനത്ത് അലയടിക്കുകയാണ്. സർവകലാശാലയുടെ പ്രധാന കവാടത്തിലടക്കം ഡോക്ടർ മോഹൻ കുന്നുമലിന്റെ RSS ബന്ധമുള്ള ചിത്രങ്ങൾ ഫ്ലെക്സുകളായി സ്ഥാപിച്ചുകൊണ്ടാണ് പ്രതിഷേധം. അതോടൊപ്പം സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുകളിൽ ശാഖയിൽ പഠിച്ചത് ശാഖയിൽ മതി എന്ന് എഴുതിയ വലിയ ബാനർ SFIയുടെ നേതൃത്വത്തിൽ കെട്ടിയിരിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഡോക്ടർ മിനി കാപ്പൻ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാനോ വൈസ് ചാൻസലർ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിക്കുകയോ ചെയ്താൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് SFI. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷ ഒരുക്കി പ്രതിഷേധക്കാരെ നേരിടാനുള്ള തയ്യാറെടുപ്പിൽ പോലീസും സജ്ജമായിരിക്കുകയാണ്. ശരി, കൂടുതൽ വിശകലനങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് TG സജിത്ത് കൂടി ചേരുന്നു. സജിത്ത്, ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ എന്താവും ഉണ്ടാവുക എന്നൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹർജി പിൻവലിക്കുകയാണെന്ന രജിസ്ട്രാറുടെ അഭ്യർത്ഥന അതേപോലെ കോടതി അംഗീകരിച്ചു. എന്താണ് കോടതിയിൽ നടക്കുന്നത്? അതെ, സുപ്രധാനമാണ് ശ്രീജ കോടതി നടപടികൾ. കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഈ ഹർജി പിൻവലിക്കാനുള്ള വേണ്ടിയാണ് ഇന്ന് കോടതിയെ സമീപിച്ചത് രജിസ്ട്രാർ. അതുകൊണ്ട് ഹർജി പിൻവലിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. അതായത് സസ്പെൻഷനെതിരെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് കോടതിയിൽ എത്തിയിരുന്നത്. അത് പിൻവലിക്കാനാണ് അനുമതി തേടിയത്. ആ അനുവാദം കോടതി നൽകുകയും ചെയ്തു. ഇതോടുകൂടി ഈ ഹർജി നിലവിലില്ല. പക്ഷേ ഇത് സംബന്ധിച്ച തർക്കം ഇപ്പോഴും തുടരും എന്നതാണ് സാഹചര്യം. ഇന്ന് കോടതി ഇന്നലെ സർവകലാശാലയിൽ നടന്ന കാര്യങ്ങൾ സംബന്ധിച്ച് മറ്റു പരാമർശങ്ങളിലേക്ക് പോയിട്ടില്ല. കാരണം ഈ സസ്പെൻഷൻ
സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനം നിലനിൽക്കില്ല എന്ന താൽക്കാലിക VC സിസ തോമസിന്റെ വാദം സംബന്ധിച്ച പരാമർശങ്ങളൊന്നും കോടതി നടത്തിയിട്ടില്ല. പക്ഷേ മറ്റൊരു പരാമർശം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. സിൻഡിക്കേറ്റ് അംഗമായ R രാജേഷ്, മുൻ മാവേലിക്കര MLA കൂടിയായ രാജേഷ് ഈ ജഡ്ജിക്കെതിരെ ഒരു പരാമർശം ഫേസ്ബുക്കിലൂടെ നടത്തിയിട്ടുണ്ട്. ഇത് തന്റെ ശ്രദ്ധയിലുണ്ട്. എങ്ങനെ ഒരു സിൻഡിക്കേറ്റ് അംഗത്തിന്, ഹർജിക്കാരനായ ഒരു സിൻഡിക്കേറ്റ് അംഗത്തിന് ഇത്തരം പരാമർശം നടത്താൻ കഴിയുമെന്ന ചോദ്യം കൂടി കോടതി നടത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തായാലും കോടതി ഈ ഹർജി പിൻവലിക്കാനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഇനി ഇതിന്റെ തുടർ നടപടികൾ മറ്റ് നിയമക്കേസുകളിലൂടെ തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഈ വിവാദങ്ങൾ കോടതി നടപടികളിലൂടെ തുടരുമെന്ന് വ്യക്തമാണ്. എന്തായാലും തന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രജിസ്ട്രാർ അനിൽകുമാർ നൽകിയ ഹർജിയാണ് അദ്ദേഹം പിൻവലിക്കാൻ ഇന്നലത്തെ സംഭവത്തോടുകൂടി സിൻഡിക്കേറ്റ് തന്നെ ഈ സസ്പെൻഷൻ പിൻവലിച്ച സാഹചര്യത്തിൽ ഇത് അറിയിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചത്. എന്തായാലും ഈ ഹർജി പിൻവലിക്കാൻ ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുന്നു. ശരി, TG സജിത്തും ഒപ്പം ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർവകലാശാലയിലെ തർക്കങ്ങളും വിവാദങ്ങളും ഒന്നും പെട്ടെന്ന് അവസാനിക്കുന്ന സാഹചര്യമില്ല. ഇന്നും സർവകലാശാല ആസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കണ്ടത്. മുൻകൂർ അനുമതി ഇല്ലാതെയും നടപടിക്രമങ്ങൾ പാലിക്കാതെയും എരുമേലിയിലെ വാപുരസ്വാമി ക്ഷേത്ര നിർമ്മാണം പാടില്ലെന്ന് ഹൈക്കോടതി. ക്ഷേത്ര നിർമ്മാണം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി കോടതി തീർപ്പാക്കി. പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഇടപെടാൻ ജില്ലാ പോലീസ് മേധാവിക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് നടപടി. ഭൂ ഉടമയുടെ അഭിഭാഷകന്റെ നിലപാട് ഹൈക്കോടതി ഇതിനിടെ രേഖപ്പെടുത്തി. പൂജാ സാധനങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള താൽക്കാലിക കെട്ടിടം പൊളിച്ചുമാറ്റിയതായി ഭൂ ഉടമ കോടതിയെ അറിയിച്ചു. അതേസമയം എരുമേലിയിൽ ഈ ബാലാലയ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച വാപുരസ്വാമി ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ News 18 ഹൈക്കോടതി സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ കെട്ടിയ ഭാഗങ്ങൾ ഇവിടെ ഇടിച്ചു കളഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിനായി ദേവപ്രശ്ന ചടങ്ങ് നടത്തിയപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. എരുമേലി പള്ളിയിൽ നിന്ന് വലിയ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കരികിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം. News 18 എക്സ്ക്ലൂസീവ്. എരുമേലിയിൽ വാപുര ക്ഷേത്രം വരുന്നു എന്ന നിലയിൽ ഫലത്തിൽ അത് വരാൻ പോകുന്ന ഒരു സ്ഥലം ഇതാണ് എന്നുള്ളതാണ്. ഇവിടെ നിലവിൽ ബാലാലയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരു ചെറിയൊരു ഫലത്തിലൊരു പ്രതിഷ്ഠയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. പക്ഷെ ആ ഭാഗം ഇപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ചില തൊഴിലാളികൾ നിന്നുകൊണ്ടാണിത് ഇങ്ങനെ മാറ്റിയത്. അത് പഞ്ചായത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണോ എന്നത് വ്യക്തമല്ല. എന്തായാലും നിലവിൽ ഇങ്ങനെ ഒരു തറ മാത്രമാണുള്ളത്. ഈ ഭാഗത്താണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം വരേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഹൈക്കോടതി പഞ്ചായത്തിന്റെ ഒന്നും അനുമതി ഇല്ലാത്തത് കൊണ്ട് ഒരു താൽക്കാലിക സ്റ്റോപ്പ് മെമ്മോ ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ടടുത്താണ് എരുമേലി വലിയ അമ്പലവും ഒപ്പം തന്നെ ഈ എന്താ പറയുക നമ്മുടെ പള്ളിയും വാവര് പള്ളിയും എല്ലാം ഉള്ളത്. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു പക്ഷേ കാണാൻ കഴിയാത്തത് ഇവിടെ കെട്ടിടങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. തൊട്ടപ്പുറത്ത് തന്നെ വലിയമ്പലം, അതായത് എരുമേലി വാവര് പള്ളിയിൽ നിന്ന് വലിയമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു 50 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ആ വഴിയരികിൽ തന്നെയാണ് ഈ വാപുര സ്വാമിയുടെ ക്ഷേത്രം എന്ന പേരിൽ വരാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. ഇവിടെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയതിന്റെ ചില ബോർഡുകളും മറ്റുമുണ്ട്. ഏപ്രിൽ 6-7 തീയതികളിൽ നടത്തിയെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാഴ്ച, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫലത്തിൽ ഇതിൽ ഭദ്രദീപം കൊളുത്തുമെന്നുള്ളതാണ് ഈ ബോർഡിൽ കാണുന്നത്. ദൈവജ്ഞൻ, അതായത് ഈ ഒരു ദേവപ്രശ്നം നടത്തിയത് ശ്രീ പത്മനാഭ ശർമ്മയാണ് എന്ന് ഈ ബോർഡിൽ കാണാം. ഈ ദേവപ്രശ്ന വിധിപ്രകാരമാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം വരാനുള്ള ഒരുക്കങ്ങൾ നടത്തി. അതിനിടെയാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. തീർച്ചയായും നിയമ നടപടികൾ സ്വാഭാവികമായിട്ടും തുടരും. സർക്കാരിൻ്റെ നിലപാട് അത് മന്ത്രി ഉൾപ്പെടെ പറയുകയും ചെയ്തു. എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമല്ല. വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, ഇഷ്ടമുള്ള പോലെ അത്രേ ഉള്ളൂ. അല്ലാതെ ക്ഷേത്രം വന്നാലും വന്നില്ലെങ്കിലും ഒന്നും വന്നില്ലെങ്കിലും എന്നെ ബാധിക്കുന്നില്ല. ഞാനൊരു വിശ്വാസിയല്ല. നിങ്ങളപ്പം വേറെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? പുള്ളിയുടെ വീട് എന്റെ സഹോദരൻ മുകളിലേക്ക് പോകുന്ന വഴിയാണ്. നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു ക്ഷേത്രം വരുന്നത്? അത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടേ ഉള്ളൂ. ഇവിടെ എന്തോ ഒരു ബാലാലയ പ്രതിഷ്ഠ എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞായിരുന്നു. അത്രേ ഉള്ളൂ. ചേട്ടന് ഇവിടുത്തെ തന്നെയാണോ? അല്ല, ഞങ്ങളെല്ലാം ഇവിടെ തന്നെ. ശരി. ഇവിടെ ഇങ്ങനെ അന്ന് ദേവപ്രശ്നം നടന്നൊക്കെ നിങ്ങൾ കണ്ടിരുന്നു? പ്രശ്നം നടന്നപ്പോ രാവിലെ വന്നിരുന്നതിലെ സുരേഷ് ഗോപി വന്നിരുന്നപ്പോ കണ്ടായിരുന്നു. സുരേഷ് ഗോപിയൊക്കെ വന്നിരുന്നു. സുരേഷ് ഗോപി വന്നിരുന്നപ്പോഴത്തേക്ക് ഒരു സെലിബ്രിറ്റി നിൽക്കുമ്പോൾ അത് കാണാമോ? ഇപ്പം വിശ്വാസികളുടെ ഓരോരുത്തരുടെ വിശ്വാസം ഓരോന്ന്, അത് അവരുടെ വിശ്വാസം അവരെ സംരക്ഷിക്കട്ടെ ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാവരുത്. ഞങ്ങൾ വളരെ മാനമര്യാദയായിട്ടല്ലേ എരുമേലി ജീവിക്കുന്നത്. ഹിന്ദു ക്രിസ്ത്യാനി ഏതാണെന്ന് അറിയത്തില്ല. ഞാൻ ഗുരു തൊട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ വിശ്വാസിയല്ല. ഞാൻ ക്ഷേത്രവിശ്വാസിയോ ദൈവവിശ്വാസിയോ അല്ല. എന്നാലും മറ്റൊരു പ്രശ്നം ഉണ്ടാവും. ഉണ്ടായ കാലം മുതൽ കാണുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കണമെന്നേ ഉള്ളൂ. അതിന്റെ പേരിൽ അവിടെ ഒരു അമ്പലം, ഇവിടെ ഒരു പള്ളി, മറ്റേത് പൊളിച്ചു പറിച്ചു
കോടതി ഇടപെട്ടു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇഷ്യൂ. പ്രശ്നം ഉണ്ടാവരുത്. അത്രേ ഉള്ളൂ. അല്ല, എല്ലാവരും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഒന്നിച്ചൊരു ജാതി മത ഭേദമന്യേ ജീവിക്കുന്നത്. അത് നഷ്ടപ്പെടുന്നത്. ഞങ്ങളൊരു ക്രിസ്ത്യൻ കല്യാണത്തിന് പോവുക, കൂട്ടത്തിലുള്ള ഞങ്ങൾ ഹിന്ദുക്കളാണ്, പക്ഷേ കൂട്ടത്തിലുള്ള ഒരു കല്യാണം തൊട്ടടുത്തൊരു കല്യാണം ഒഴിവാക്കിയിട്ട് കൂട്ടത്തിലുള്ള ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കുണ്ടായിരുന്നല്ല, ഞങ്ങളുടെ മക്കൾക്കും ഉണ്ടാവരുത്. അത്രേ ഉള്ളൂ. എന്തായാലും വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അമ്പലം വന്നാലും പള്ളി വന്നാലും ഒന്നില്ലെങ്കിലും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊരു സ്പർദ്ധയ്ക്ക് കാരണമാകരുത് എന്ന എരുമേലിക്കാരാണവർ. എരുമേലി ഇങ്ങനൊരു മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ വിളനിലം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ്. അവരൊരു എരുമേലിക്കാരുടെ ഒരു കൃത്യമായ സ്വഭാവം എന്ന നിലയിൽ അവർ അവതരിപ്പിക്കുക. അവരുടെ പ്രതികരണവും അത് തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ട് പരമായ പോരാട്ടങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇടപെടലുകളൊക്കെയാണ് ഇതിൽ ഉണ്ടാകേണ്ടത്. എരുമേലിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 8. വാപുരസ്വാമി ക്ഷേത്ര വിവാദത്തിൽ പ്രതികരണവുമായി ബിനോയ് വിശ്വം. ശബരിമലയിലെ തീർത്ഥാടനവും ഏതെങ്കിലും വർഗീയ ഭ്രാന്തിന്റെ ചവിട്ടുപടിയാക്കാതിരിക്കുക. വിശ്വാസം വേറെ, മതഭ്രാന്ത് വേറെ. മതവിശ്വാസങ്ങളെ വർഗീയവൽക്കരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അംഗീകരിക്കാനാവില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ശബരിമലയെയും തീർത്ഥാടനത്തെയും ഒന്നും ഏതെങ്കിലും വർഗീയ ഭ്രാന്തിന്റെ ചവിട്ടുപടിയാക്കാൻ ദയവായി ആരും ശ്രമിക്കാതിരിക്കുക. മതവിശ്വാസങ്ങളെ വർഗീയവൽക്കരിച്ച് ദൈവത്തെയും വിശ്വാസങ്ങളെയും വർഗീയ വിദ്വേഷത്തിന്റെ ചവിട്ടുപടിയാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പോക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് മതമൗലികവാദത്തിന്റെ ഭാഷയാണ്, അതല്ല മതം. മതം വേറെ, മതമൗലികവാദം വേറെ. വിശ്വാസം വേറെ, മതഭ്രാന്ത് വേറെ. കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസങ്ങളെ മാനിക്കും, കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസിയെ മാനിക്കും, കമ്മ്യൂണിസ്റ്റുകാർ മതങ്ങളെ യാഥാർത്ഥ്യമായി കാണും. പക്ഷേ മതങ്ങളുടെ മറവിൽ ദൈവത്തെ മറയാക്കി മാറ്റിക്കൊണ്ട് ഭ്രാന്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ, ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പിശാചിന് വേണ്ടി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ ആര് വന്നാലും കമ്മ്യൂണിസ്റ്റുകാർ അതിനെ ചെറുക്കും. നിപ ബാധിച്ച് ചികിത്സയിലുള്ള യുവതിയുടെ ആരോഗ്യനില ഗുരുതരം. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് യുവതി. പനി ബാധിച്ച് ചികിത്സയിലുള്ള മകന്റെ പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവാണ്. കുട്ടി ഉൾപ്പെടെ 4 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിനിടെ ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാലക്കാട്ട് അവലോകന യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തി. വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടിയതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. അവരില് 3 പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളുണ്ട്. പക്ഷെ അതൊന്നും സാരമുള്ളതല്ല. അവർക്കൊന്നും കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല. വ്യാപനം ഒരു കാരണവശാലും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുകയും വ്യാപിക്കാനുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് ശക്തമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് സാധ്യമായിട്ടുള്ള, ഇന്ന് ലോകത്ത് സാധ്യമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മോണോക്ലോണൽ ആന്റിബോഡി, ലോകത്തതാണ് ഒരു നിപ്പ പേഷ്യന്റ് നൽകാനായിട്ട് ഉള്ളത്. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. ഗതാഗത കമ്മീഷണറുമായി ഉടമകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരം. 22 മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നും ഉടമകൾ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കുകയാണ് പ്രധാന ആവശ്യം. ദീർഘകാലമായി സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, ഈ ചലാൻ വഴി അമിതപ്പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ് ഉടമകൾ ഉന്നയിക്കുന്നുണ്ട്. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ്. 4 DCC അധ്യക്ഷന്മാരെ നിലനിർത്തിക്കൊണ്ടാകും പുനഃസംഘടന. ബുധനാഴ്ച ഡൽഹിയിലെത്തുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ AICC നേതൃത്വവുമായി അവസാനവട്ട ചർച്ച നടത്തും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാർട്ടിയെ സംഘടനാ തലത്തിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനുള്ള ഹൈക്കമാൻഡ് തീരുമാനം. എറണാകുളത്ത് മുഹമ്മദ് ഷിയാസിനെയും തൃശൂരിൽ ജോസഫ് ടാജറ്റിനെയും കോഴിക്കോട് K പ്രവീൺകുമാറിനെയും മലപ്പുറത്ത് VS ജോയിയെയും അധ്യക്ഷ സ്ഥാനങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് 10 ഇടങ്ങളിലെ DCC അധ്യക്ഷന്മാരെ മാറ്റാനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതേസമയം തൃശൂർ ഒഴികെ മറ്റിടങ്ങളിലെല്ലാം പുനഃസംഘടന വേണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. സംഘടനാ തലത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന തിരുവനന്തപുരത്ത് DCC അധ്യക്ഷ സ്ഥാനത്ത് പാലോട് രവിയെ നിലനിർത്തണമെന്ന് ജില്ലയിൽ നിന്നുള്ള 2 മുതിർന്ന നേതാക്കൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാറ്റമുണ്ടായാൽ സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി VS ശിവകുമാറിന്റെ പേരിനാകും മുൻഗണന ലഭിക്കുക.
കൊല്ലത്ത് സിആർ മഹേഷ്, സൂരജ് രവി തുടങ്ങിയ പേരുകൾ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ആലപ്പുഴയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല കടുംപിടുത്തം തുടരുന്നതാണ് പുനഃസംഘടന അനിശ്ചിതത്വത്തിലായിരിക്കുന്നതെന്നാണ് സൂചന. ബുധനാഴ്ച ഡൽഹിയിലെത്തുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി അന്തിമ ചർച്ചകൾ നടത്തിയ ശേഷമാകും ഭാരവാഹികളുടെ പട്ടികയ്ക്ക് അംഗീകാരം നൽകുക. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പ്രസവശേഷം ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞ് തിരികെ ജാർഖണ്ഡിലേക്ക് മടങ്ങി. നിധി എന്ന ആരോഗ്യമന്ത്രി പേരിട്ട കുഞ്ഞിനി ജാർഖണ്ഡ് CWCയുടെ സംരക്ഷണയിലാകും. കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം മാതാപിതാക്കൾക്കില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജാർഖണ്ഡ് CWCക്ക് കുഞ്ഞിനെ കൈമാറുന്നത്. കേരളം ഏറെ അരുമയോടെ ഏറ്റെടുക്കുകയും വാത്സല്യത്തോടെ വളർത്തുകയും എല്ലാം ചെയ്ത, ഏറെ ചേർത്ത് വെച്ച നിധി, ജാർഖണ്ഡ് സ്വദേശികളുടെ മകൾ നിധി എന്ന പേരും മലയാളം നൽകിയതാണ്. നിധി ഇന്ന് ജാർഖണ്ഡിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇത്രയും നാളും CWC ആയിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. അവരെ സുരക്ഷാ ചുമതല അടക്കം ഉള്ള കാര്യങ്ങൾ CWC ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ CWC കൈമാറുന്നു അല്ലേ ജാർഖണ്ഡിലേക്ക്? ജാർഖണ്ഡ് CWC കുട്ടിയെ കൈമാറുന്നു. ഇത്ര കാലം നമ്മൾ വളരെ സുരക്ഷ, നമ്മുടെ മരണത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിന്നാണ് കുഞ്ഞിന് ഒരു പുനർജീവൻ കൊടുക്കുന്നത്. അതിൽ സന്തോഷമുണ്ട്. കാരണം മരണത്തിലേക്ക് പോയ കുഞ്ഞിനെയാണ് നമ്മൾ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്നത്. അതിൽ സന്തോഷമുണ്ട്. ഒപ്പം ചെറിയൊരു ദുഃഖം, കാരണം കുഞ്ഞ് പോകാനുള്ള ഒരു ദുഃഖം കൂടി ഉണ്ട്. ഇതൊരു അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണ്. വനിതാ ശിശുവികസന വകുപ്പ് ഏറ്റെടുത്ത കുഞ്ഞിനെ ഇത്രനാളും പരിപാലിച്ച് ഇന്ന് അവളുടെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിൻ്റെ ഭാഗമാകുന്നതിൽ നല്ല സന്തോഷമുണ്ട്. ഇപ്പം ഇത്രനാളും ഞങ്ങൾ നോക്കിയിട്ട് ഒരു ആത്മബന്ധത്തിൻ്റെ പിരിയുന്നതിൻ്റെ ഒരു വിഷമം കൂടിയാണ്. നാളിത്ര കാലവും കേരളം അരുമയോടെ ചേർത്ത് വെച്ച നിധി ജാർഖണ്ഡിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ഇത്ര കാലവും വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ സംസ്ഥാനം അതിന് പേരിട്ട് അവളെ നിധി എന്ന പേരിട്ടുകൊണ്ട് വിളിക്കുകയും ചെയ്തു. ഇനി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ്. നിധിയെ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ജാർഖണ്ഡ് CWC ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18, കൊച്ചി. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു. ബാരിക്കേഡ് മറികടന്ന് മുകളിലേക്ക് കയറാനൊക്കെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി BJP പ്രവർത്തകരും പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ്. അവിടെ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാൻ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു. പോലീസ് ഇപ്പോൾ അവരെ തടഞ്ഞിരിക്കുകയാണ്. നേരത്തെ ബാരിക്കേഡിന് മുകളിൽ കയറാനൊക്കെ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. പാലക്കാട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളിലേക്ക് വരാം. അതിനിടെ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി ഉണ്ടായത്. BJPയും യൂത്ത് കോൺഗ്രസും നടത്തിയ മാർച്ച് പലയിടത്തും സംഘർഷത്തിൽ കലാശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് BJP നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ ജലപീരങ്കി പ്രയോഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ പരിക്കേറ്റു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് BJP പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് ഉന്തിലും തള്ളിലും കലാശിച്ചു.
പാലക്കാട്, ഇടുക്കി, കാസർഗോഡ് എന്നിവിടങ്ങളിലും ബിജെപിയുടെ പ്രതിഷേധം സംഘർഷത്തിലാണ് കലാശിച്ചത്. കണ്ണൂരിൽ നടന്ന സമരം കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധം തടയാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ 2 ജന്മം ജനിച്ചാലും സാധിക്കില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സിവിൽ സ്റ്റേഷൻ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. മഹിളാ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് നേരത്തെ കെ മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്തത്. വീണ ജോർജ് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോകണമെന്നും നന്നായി അഭിനയിക്കുന്നുണ്ടെന്നും കെ മുരളീധരൻ പരിഹസിച്ചു. 2 വീണമാർ പിണറായി വിജയനും കൊണ്ടേ പോകൂ എന്നും മുരളീധരൻ പറഞ്ഞു. പ്രതിഷേധങ്ങൾക്കിടെ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമി തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി. വിദഗ്ധ ഡോക്ടർമാർ നവമിയെ ചികിത്സിക്കും. കഴിഞ്ഞ 1-ാം തീയതിയാണ് ശസ്ത്രക്രിയയ്ക്കായി നവമിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിൽ കഴിവെ 3-ാം തീയതിയാണ് തകർന്ന കെട്ടിടത്തിൽപ്പെട്ട് നവമിക്ക് അമ്മയെ നഷ്ടമായത്. സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥ തുടർക്കഥയാകുമ്പോൾ പൊട്ടിയും പൊളിഞ്ഞും അപകടകരമായ അവസ്ഥയിലാണ് പല ആശുപത്രികളും. കൊല്ലം ജില്ലാ ആശുപത്രിയിലും സ്ഥിതി വേറിട്ടതല്ല. കെട്ടിടത്തിന്റെ മുകളിൽ ആൽമരം വരെ മുളച്ചു തുടങ്ങി. സൺഷെയ്ഡ് പാളി ഇളകി വീഴാൻ സാധ്യതയുള്ളതിനാൽ വാതിൽ തുറക്കരുത്. ഇത് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കുമുള്ള മുന്നറിയിപ്പാണ്. ആശുപത്രി സൂപ്രണ്ടിന്റെ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അവസ്ഥയാണിത്. പഴക്കമേറിയ കെട്ടിടത്തിൽ പോസ്റ്റർ പതിപ്പിച്ചതിലപ്പുറം മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കൗതുക കാഴ്ച കൂടെയുണ്ട്. പ്രധാന കെട്ടിടങ്ങളിൽ ഒന്നിനു മുകളിൽ ആൽമരം മുളച്ചു നിൽക്കുന്നു. ദിവസേന ആയിരങ്ങളെത്തുന്ന ജില്ലാ ആശുപത്രിയുടെ അവസ്ഥയാണിത്. പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയാകാൻ വർഷങ്ങളെടുക്കും. പഴയ കെട്ടിടത്തിലാകട്ടെ വാർഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ കെട്ടിടങ്ങൾ കാണുമ്പോൾ ഭീതിയാണ്. പല ഭാഗങ്ങളിൽ നിന്നായി കോൺക്രീറ്റ് പാളികൾ ഇളകി വീണിട്ടുമുണ്ട്. ചുമരിലൂടെ വെള്ളം ചോർന്നൊലിക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ അഗ്നിരക്ഷാസേനയുടെ വാഹനങ്ങൾക്ക് ആശുപത്രിക്കുള്ളിലേക്ക് കടക്കാനാകുമോ എന്ന ആശങ്കയുമുണ്ട്. കാഷ്വാലിറ്റിയിലോട്ട് പോകുന്ന ആ എമർജൻസി സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലത്ത് അവിടെ ഒരു പുതുതായിട്ടൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇവിടെ കേരള മോഡൽ എന്നല്ല പറയുന്നത്, അവിടെ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുന്ന ആളുകൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ കോൺക്രീറ്റ് പാളികൾ തകർന്നിരിക്കുകയാണ്, അത് നിങ്ങളുടെ ശരീരത്തിൽ വീണ് കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പടവേടിച്ച് പന്തളത്തെത്തുമ്പോൾ ചൂട്ടും കെട്ടി പട എന്ന തരത്തിലേക്കാണ് കൊല്ലം ജില്ലാ ആശുപത്രി മാറിക്കൊണ്ടിരിക്കുന്നത്. പരിഹാര നടപടികൾ ഉണ്ടാകുമെന്ന വാക്കുകൾ മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ളത്. എന്നാൽ പ്രവൃത്തിയിലോ അത് കാണാനുമില്ല. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട്ട് സുന്നത്ത് കർമ്മത്തിനായി അനസ്തേഷ്യ കൊടുക്കുന്നതിനിടെ മരിച്ച കുഞ്ഞ് പ്രായം തികയാതെ ജനിച്ച കുഞ്ഞാണെന്ന് കാക്കൂരിലെ കോഓപ്പറേറ്റീവ് ക്ലിനിക് അധികൃതർ. കാര്യം മറച്ചുവെച്ചാണ് കുടുംബാംഗങ്ങൾ അനസ്തേഷ്യയ്ക്ക് വിധേയമാക്കിയത്. അനസ്തേഷ്യ നൽകിയ ഉടനെ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചതായും ക്ലിനിക് അധികൃതർ പറഞ്ഞു. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ്. ഇന്നലെ ഇവിടെ ഒരു കുട്ടി സർക്കം ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അത് പ്രീമച്ചർഡായ കുട്ടിയാണ്. 8 മാസത്തിലെല്ലാം പ്രസവിച്ചു എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇവർ പറഞ്ഞില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ അതിന് വേണ്ടിയുള്ള വാഷിംഗ് ഒക്കെ നടത്തി അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയും, അത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തന്നെ കുട്ടി ബലം പിടിച്ചു എന്ന് പറയുന്നു. പിന്നെ കരച്ചിലായി. അതുകൊണ്ട് സർക്കം ചെയ്യാതെ പീഡിയാട്രീഷ്യനുള്ള എയർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അനസ്തേഷ്യൻ ചെറിയ ഡോസ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞുണ്ട്. കൃത്യമായിട്ട് എനിക്കറിയാം, ഞാൻ ടെക്നിക്കൽ സൈഡ് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട്. കുട്ടി വീക്കായിരുന്നു. കാരണം എന്താണെന്ന് ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിയട്ടെ, നമുക്ക് സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. ഡോക്ടർ പറഞ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാഷ് ചെയ്ത ഉടനെ പിന്നെ അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ സറൗണ്ടിൽ ചെയ്യുന്നതാണ്. അത് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്ത സമയത്താണ് ഇതുണ്ടായത്. കുട്ടി പെട്ടെന്ന് സ്മാരം എന്താണെന്നറിയില്ല. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, തീരെ ചെറിയ കുഞ്ഞാണ്. ആ കുഞ്ഞ് പ്രായം തികയാത്ത കുഞ്ഞായിരുന്നു എന്ന് അധികൃതർ പറയുമ്പോഴും ഈ ഇങ്ങനെ ഒരു
ചെറിയൊരു പ്രൊസീജിയർ ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ട വിദഗ്ധർ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ എവിടം വരെയായി? എന്താണിപ്പോൾ കുടുംബത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്? അനീഷിലേക്ക് എത്താം. കോഴിക്കോട് കാക്കൂരിൽ കോപ്പറേറ്റീവ് ക്ലിനിക്കിലാണ് കുഞ്ഞിനെ സുന്നത്തിനായി എത്തിച്ചത്. ഇതിനിടെയാണ് അനസ്തേഷ്യ നൽകുന്നതിനിടെ കുഞ്ഞിന് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. തുടർന്ന് ശ്വാസമുട്ട് അനുഭവപ്പെട്ട കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിക്കുകയായിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന്, അതായത് ഈ ക്ലിനിക് അധികൃതരുടെ ഭാഗത്തു നിന്ന് കുഞ്ഞ് പ്രായം തികയാതെ ജനിച്ച കുഞ്ഞാണ് എന്നൊരു നിലപാട്, അവർ അതറിഞ്ഞിരുന്നില്ല എന്നൊരു വിശദീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. സാങ്കേതിക പ്രശ്നം മൂലം അനീഷിലേക്ക് എത്താൻ കഴിയുന്നില്ല. മറ്റു വാർത്തകളിലേക്ക്. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഷയം ഉന്നയിച്ചത്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് 4 നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെയും ബ്രിക്സിൽ വിമർശനമുണ്ടായി. സമാധാനത്തോടും സാഹോദര്യത്തോടുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അറിയിച്ചായിരുന്നു ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന 17ാം ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. സമാധാനവും സുരക്ഷയുമാണ് ഭാവിയുടെ അടിത്തറയെന്ന് വിശേഷിപ്പിച്ച മോദി, ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്നും പഹൽഗാം ഭീകരാക്രമണം മനുഷ്യരാശിക്കെതിരെയുള്ള പ്രഹരമായിരുന്നുവെന്നും വ്യക്തമാക്കി. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യക്കൊപ്പം നിന്നവർക്ക് നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ വികാരത്തോട് ചേർന്നതായിരുന്നു ബ്രിക്സ് രാജ്യങ്ങളുടെയും നിലപാട്. അതിർത്തി കടന്നുള്ള ഭീകരവാദം അംഗീകരിക്കില്ലെന്നും ഭീകരർക്ക് താവളം നൽകുന്നതിനെ എതിർക്കുമെന്നും ബ്രിക്സ് ഉച്ചകോടി സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തെയും ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തെയും ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചു. ഇന്ത്യ കൂടി അംഗീകരിച്ച പ്രമേയത്തിലാണ് ഈ പരാമർശം. ഗാസയിൽ ഉപാധികളില്ലാതെ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ബ്രിക്സ് പ്രമേയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയമായിരുന്നു ബ്രിക്സിൽ ഉയർന്ന മറ്റൊരു വിഷയം. ഏകപക്ഷീയമായ താരിഫ് വർധനയിൽ ആശങ്ക പ്രകടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ട്രംപിന്റെ നീക്കം നിയമവിരുദ്ധവും ഏകപക്ഷീയവുമാണെന്ന് അറിയിച്ചു. ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നും ആരോപിച്ചു. എന്നാൽ ബ്രിക്സിൽ വിമർശനമുയർന്നതിന് പിന്നാലെ നിലപാട് കടുപ്പിച്ച് ട്രംപ് രംഗത്തെത്തി. അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ അംഗീകരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് 10% അധികം തീരുവ ഈടാക്കുമെന്നാണ് ഭീഷണി. ഈ നിയമത്തിന് ഒരിളവും ഉണ്ടായിരിക്കില്ല. തീരുവ ചുമത്തുന്നതിനോ കരാറുകൾക്കോ ഉള്ള അറിയിപ്പുകൾ ഇന്ന് തന്നെ അയച്ചു തുടങ്ങുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചു. ഇതിനിടെ ബ്രിക്സ് വേദിയിൽ നിന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വിട്ടുനിന്നതും ചർച്ചകൾക്ക് വഴിവെച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം കാണാം. ഹരികൃഷ്ണൻ ചേരും.